വയനാടിൻ്റെ ദുഃഖം നേരിട്ട് കണ്ട പ്രധാനമന്ത്രി കരൾ നുറുങ്ങിയാണ് ദില്ലിയിലേക്ക് മടങ്ങിയത്. ഇത് സാക്ഷ്യപ്പെടുത്താൻ ആരുടെയും സാക്ഷ്യപത്രം വേണ്ട. അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. അദ്ദേഹത്തിന് ഒപ്പം നടന്ന് എല്ലാം വിശദീകരിച്ച ADGP ശ്രീ MR അജിത് കുമാറിന് അത് മനസ്സിലായി കാണും. കണ്ണൂരിൽ വിമാനമിറങ്ങി തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഹെലികോപ്റ്ററിൽ വയനാടിൻ്റെ ദുരന്തഭൂമിയുടെ ആകാശ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി കണ്ടു. തുടർന്ന് നിലത്ത് ഇറങ്ങി കാറിൽ വെള്ളാർമല സ്കൂളിലേക്കാണ് ആദ്യം പോയത്. അവിടെ എത്തിയ പ്രധാനമന്ത്രി കുട്ടികളെക്കുറിച്ചും അനാഥരാക്കപ്പെട്ട മക്കളെക്കുറിച്ചും തുടർ പഠനം കുട്ടികൾ എങ്ങനെ സാധ്യമാക്കും എന്നതിനെക്കുറിച്ചുമാണ് ആദ്യം ചോദിച്ചറിഞ്ഞത്. തുടർന്ന് ഈ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം നടന്നു കണ്ടു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർ അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. പ്രത്യേകിച്ച് മോദിജിയെക്കുറിച്ച് ഉള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് ഒക്കെ അറിയാം. അദ്ദേഹം അങ്ങനെയൊന്നും പോകുന്ന ആളല്ല എന്നൊക്കെയാണ് വിമർശനം. പക്ഷേ കേരളത്തോട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ഇഷ്ടമുണ്ട്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിന് ഒരിഷ്ടം കേരളത്തോടുണ്ട്. ആ ഇഷ്ടമാണ് ഈ പ്രകടമാക്കുന്നതൊക്കെ. രാഷ്ട്രീയം എന്തുമാകട്ടെ, അത് മാറ്റിവെക്കാം. ആ ഇഷ്ടമാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. ആ വയനാട് ദുരന്തഭൂമിയിൽ അദ്ദേഹം ഏറെ ദൂരം നടന്നു. ഉരുളൻ പാറക്കെട്ടുകളിലൂടെ നടന്നു. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സുരേഷ് ഗോപി മാത്രം കശ്മീരം സിനിമയിൽ ശാരദയ്ക്ക് ഗൺമാൻ ഉണ്ടായിരുന്നതുപോലെ പട്ടാളക്കാരൻ എങ്ങനെയോ അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ജാടയിൽ പുറകെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി നമ്മുടെ മന്ത്രിയാണ് അല്ലെങ്കിൽ നമ്മുടെ MP ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാമെങ്കിലും ഒരു ഗൺമാൻ്റെ വേഷത്തിലായിരുന്നു സുരേഷ് ഗോപിയെ അവിടെ കണ്ടത്. ബാക്കി പറഞ്ഞു കൊടുത്തതൊക്കെ ശ്രീ വേണു, അതായത് നമ്മുടെ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ADGP ശ്രീ MR അജിത് കുമാറുമാണ് എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത്. എല്ലാ പ്രശ്നങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത് അവർ ഇരുവരുമായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഒപ്പം ഓടി നടന്ന് അജിത് കുമാർ ധരിപ്പിക്കുന്നത് ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. എല്ലാ ഭാഗങ്ങളും അജിത് കുമാർ വിശദീകരിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു നാട്ടുകാരനായിട്ട്, അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. ഒരു ജനപ്രതിനിധി എന്താണ് ചെയ്യേണ്ടത് അതുപോലെയൊക്കെ നമുക്ക് തോന്നിപ്പോകും MR അജിത് കുമാർ വിശദീകരിക്കുന്നത് കണ്ടാൽ. മുഖ്യമന്ത്രിയും പ്രായാധിക്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് ബെയിലി പാലത്തിലൂടെ പ്രധാനമന്ത്രിക്കൊപ്പം നടന്നു. അതുപോലെ തന്നെ ഗവർണറും ഒപ്പമുണ്ടായിരുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല പ്രധാന വിഷയം, ഒരു നാടിൻ്റെ കണ്ണീരാണ്. ആ കണ്ണീര് എങ്ങനെ ഒപ്പാം, എങ്ങനെ അവരെ സമാശ്വസിപ്പിക്കാം എന്നത് തന്നെയാണ്. പ്രധാനമന്ത്രി പിന്നീട് കുട്ടികളെ കണ്ടു. 9ഓളം കുട്ടികളെ നേരിട്ട് പോയി കണ്ടു. മേപ്പാടിയിലെ അവരെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിൽ, ഹോസ്പിറ്റലിൽ പോയി കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. ഏതായാലും അദ്ദേഹം വയനാട്ടിൽ വന്നത്, നാട്ടുകാരെ നേരിട്ട് കണ്ടത്, ബാധിതരെ കണ്ടത്, ദുരിതബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ടത്, അതൊക്കെ കേരളത്തിന് വലിയ ആശ്വാസമാണ്. പ്രധാനമന്ത്രി വന്നത് തന്നെ ഏറെ ഈ വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്. ശ്രീ മോദി വന്നത് ഏറെ ആശ്വാസം ജനിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരളുടഞ്ഞാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയതെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.